കർത്താവാണ്, അവിടുത്തെ മഹത്വമാണ്. നീ കർത്താവിലെ ശക്തിയുള്ള ഒരാളായിരിക്കുവിൻ. എന്നിട്ട് 11 വായിക്കുകയാണ്, സാത്താന്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. വലതുകരമുയർത്തി വീശിക്കൊണ്ട് പറയാം, സാത്താന്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. ദൈവത്തിന്റെ ആയുധങ്ങള്, മനുഷ്യന്റെ ആയുധങ്ങളല്ല. നമ്മുടെ കയ്യിലുള്ളതൊക്കെ ഇപ്പൊ കയ്യിലുള്ളത് ഏതായുധങ്ങളാണ്? മനുഷ്യന്റെ ആയുധങ്ങളാണ്. അതുകൊണ്ടൊന്നും നടക്കേലാന്ന്. എന്നിട്ട് പറയാണ്, നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രബുദ്ധങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയിടങ്ങളിൽ വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. അതിനാൽ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. സത്യം കൊണ്ടരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ. സമാധാനത്തിന്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ. സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന ക്രൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിന്റെ പരിചയെടുക്കുവിൻ. രക്ഷയുടെ പടത്തുപണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാളെടുക്കുകയും ചെയ്യുവിൻ. ഹല്ലേലൂയ. ഈ ആത്മാവിന്റെ വാളെടുത്താണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ യുദ്ധം ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരൊറ്റ കാര്യമാണ്, ഒന്ന് ആത്മപരിത്യാഗം ചെയ്യുക. അതില് മറ്റുള്ളവരെ വെറുക്കാനുള്ള അവകാശം ഉപേക്ഷിക്കുക. അതിന് പകരം നിങ്ങൾ വെറുക്കുകയല്ല ചെയ്യേണ്ടത്, അനുഗ്രഹിക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ അനുഗ്രഹിക്കുമ്പോൾ നമ്മൾ അനുഗ്രഹം അവകാശമാക്കും. വചനം പറയാണ്, അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണല്ലോ നമ്മൾ. കൈയടിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ. നമ്മൾ അനുഗ്രഹം വിതച്ചാൽ, നമ്മൾ ഈ ഭൂമിയിൽ അനുഗ്രഹം വിതച്ചാൽ, നമ്മൾ സ്വർഗത്തിൽ അനുഗ്രഹം കൊയ്യും. അങ്ങനെ നമ്മൾ ക്രിസ്തുവിനെ പോലെ പുൽക്കൂട്ടിലുള്ള ഉണ്ണി വീണ്ടും വീണ്ടും ജനിക്കുന്നതല്ല നമ്മൾ ആഘോഷിക്കുന്നത് ഈശോയുടെ വളർച്ചയെയാണ്. ക്രിസ്തുമസിൽ ആഘോഷിക്കുന്നത് ഈശോ വീണ്ടും വീണ്ടും ജനിക്കുന്നു എന്നല്ല. നമ്മൾ ആഘോഷിക്കുന്നത് ഈശോ വളർന്നുകൊണ്ടേയിരിക്കുന്നു. ജന്മദിനത്തിന്റെ തിരുനാൾ ജനനത്തിന്റെ ആവർത്തനമല്ല, അത് വളർച്ചയുടെ ആഘോഷമാണ്. ഹല്ലേലൂയ. എന്താണ് പറഞ്ഞത്?